രാധിക എവിടെ? ഏട്ടാ, ആറ്റുവശേരിൽ കൊണ്ടുപോയിട്ട് ഞാൻ അയാളുടെ അവസ്ഥ സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. നോക്ക്, എനിക്കൊട്ടും ധൈര്യമില്ല. രാധയ്ക്ക് ഇത് എത്ര നേരം മറച്ചു വെക്കാൻ പറ്റുമെന്ന് എനിക്കൊരു രൂപവുമില്ല. മറച്ചു വെക്കാനുള്ള ധൈര്യം അയാൾ കണ്ടെത്തിയേ പറ്റൂ. രാധിക അത് ചെയ്യും. കാരണം അച്ഛനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ കുട്ടി. ഇവിടെ എന്താ അവസ്ഥ? ഇവിടെ പ്രശ്നമാണ്. പോലീസിനെ വിളിക്കണം എന്നുള്ള വാശിയില അച്ഛൻ സംസാരിക്കുന്നത്. എടാ, നമ്മളെന്തെങ്കിലും ചെയ്തിലേക്ക് ഒഴിഞ്ഞു പോകും. അപ്പം നമ്മൾ തീരുമാനിച്ചു തന്നെ പറയണമല്ലേ ഏട്ടാ? പറയണം, പറഞ്ഞ് വിശ്വസിപ്പിക്കണം. നീ വാ. പ്രിയങ്കയുടെ കാര്യം തന്നെ. നമ്മളെല്ലാവരും ഇത്രയും നേരം വലിയ സങ്കടത്തിലായിരുന്നല്ലോ. പക്ഷെ സങ്കടത്തിന്റെ കാര്യം പ്രിയങ്ക തന്നെയാ. പ്രിയങ്ക തന്നെയാണെന്നോ? എന്താ നീ പറയുന്നേ? എന്താ മക്കളെ, എന്താ കാര്യം? കൽപ്പന, അച്ഛനമ്മയെന്ന് വിളിച്ചോണ്ടോ. അച്ഛ, പ്രിയങ്കയുടെ കാര്യത്തിൽ അച്ഛൻ പോലീസിലെങ്ങാനും പരാതിപ്പെട്ടിരുന്നോ? ഇല്ല. എങ്കിലിനി പരാതിപ്പെടണ്ട. പ്രിയങ്ക പോയത് എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. എങ്ങോട്ടാ? പ്രിയങ്കയുടെ ഒരു സുഹൃത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ഞാൻ കണ്ടിരുന്നു. പ്രിയങ്ക നമ്മൾ ആരും അറിയാതെ ഏതോ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയതാ. ഇപ്പൊ എങ്ങനെയുണ്ട് പരമേശ്വര? ഏതാ പ്രൊഡക്ഷൻ കൺട്രോളർ? അയാളെ നീ വിളിച്ച് ചോദിച്ചതാണോ, അതോ വേറെ ഏതെങ്കിലും വഴിക്ക് നീ അറിഞ്ഞതാണോ? പ്രിയങ്ക എൻ്റെ ഭാര്യയാണെന്നാണല്ലോ പുറത്തറിയുന്നത്. വിശേഷം പറഞ്ഞ കൂട്ടത്തിൽ അറിയാതെ ഞാൻ പറഞ്ഞു പോയതാ. നമ്മളെല്ലാവരും സമ്മതിച്ചിട്ടാ സിനിമയ്ക്ക് പോയെന്നാ പ്രിയങ്ക അയാളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാ പിന്നെ ഇതിന്റെ സത്യം ഒന്ന് അറിയണമല്ലോ. നമുക്കേ എല്ലാവർക്കും കൂടി വണ്ടിയെടുത്ത് ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. നീ എവിടെയെന്നൊന്ന് വിളിച്ചു ചോദിച്ചേ. അത് തമിഴ്നാട്ടിൽ ഏതോ ഒരു ഉൾഗ്രാമത്തിലാ. അങ്ങനെ പറയാതെ പോയ ഒരാളെ ഇവിടുന്ന് ആരും അന്വേഷിച്ചു പോവും വേണ്ട. ഈ പറഞ്ഞ കാര്യം എനിക്ക് അത്ര വിശ്വാസം വരുന്നില്ല. നിനക്കോ കൽപ്പന? അല്ല, പ്രിയങ്കയ്ക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ആരോടും പറയാതെ പോകുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സ്വന്തം കല്യാണ ദിവസം കതിര് മണ്ഡപത്തിൽ കയറുന്നതിന് പകരം ആരോടും പറയാതെ സിനിമയ്ക്ക് പോയ പെണ്ണ. അവളെ കുറിച്ച് നിങ്ങൾ ഇനി ന്യായീകരിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ അച്ഛാ? ഞാൻ പ്രിയങ്ക ഒന്ന് വിളിച്ചു നോക്കട്ടെ. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. ഇത് കഴിക്ക് ദേവേട്ട. വേണ്ടടോ, കുറച്ച് കഴിയട്ടെ. സമയാസമയത്ത് ഭക്ഷണം കഴിക്കണ്ടേ ദേവാ? മരുന്ന് എത്രയാന്ന് വെച്ചിട്ടാ? മനസ്സിനെന്തോ വല്ലാത്തൊരു വിഷമം. ഇപ്പൊ വിഷമിക്കാൻ എന്താ ഉള്ളത്? ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ ടെൻഷനുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ടെന്ന്. ഇതങ്ങ് കഴിക്കാൻ നോക്ക്. പറ്റണ്ടേ യശോദേ? എന്തൊക്കെയോ വ്യക്തതയില്ലാത്ത ചിത്രങ്ങൾ മനസ്സ് കൂടെ ഇങ്ങനെ കടന്നു പോവുക. ആരോ വിളിക്കുന്ന പോലെയോ എങ്ങോട്ടോ പോകുന്ന പോലെയൊക്കെ.
എന്തിനു മനസ്സിൽ ഇങ്ങനെ ഓരോന്ന് കൽപ്പിച്ച് കൂട്ടുന്നു? മോളെ, എന്താ നീ മാറി നിൽക്കുന്നേ? മോളെ ഈ കഞ്ഞി അച്ഛന് കൊടുത്തേ. മോള് കൊടുത്ത അച്ഛൻ കുടിക്കും. അതല്ലേ നിങ്ങളുടെ പതിവ്. അച്ഛന് വേണ്ടാഞ്ഞിട്ടാവും അമ്മേ. കുറച്ചു കഴിയുമ്പോ കുടിക്കാന്ന് പറഞ്ഞല്ലോ. താനത് അവിടെ എടുത്ത് മൂടി വെക്കുക. കഴിക്കാൻ തോന്നുമ്പോ ഞാൻ പറയാം. കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ എന്താ വേണ്ടതെന്ന് നീ പറ, ഞാൻ ഉണ്ടാക്കിത്തരാം. ഒന്നും വേണ്ട അമ്മേ. കിടക്കണോ ദേവേട്ടന്?